ഹായ്, എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോണേ ഉള്ളൂ. അപ്പോ ഇതാ മുട്ട 3 ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ മുട്ട ചിക്കിയേക്കാന്ന് കരുതി. ഞാൻ ഇവിടെ മുട്ട ചിക്കുക എന്നാണ് കേട്ടോ പറയണത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയണതെന്ന് കമന്റ് ചെയ്യണേ. അപ്പോ പെട്ടെന്ന് ഞാനൊരു 3 മുട്ട എടുത്ത് ചിക്കാൻ പോവാണ്. അപ്പോ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് കണ്ടു നോക്കിയാലോ. ഞാൻ സ്ഥിരം മുട്ട ചിക്കുന്ന രീതിയാണ് ഇപ്പൊ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ട് അതിന്റെ പുറത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും മുട്ട ഒരെണ്ണം ചീത്തായിരുന്നാൽ മതി, മൊത്തത്തിൽ കുളവും. അതുകൊണ്ട് ആദ്യം മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഇടുക. അതിനുശേഷം മാത്രം നമുക്ക് സവാള അരിഞ്ഞ് അതിന്റെ പൊക്കത്തോട്ട് ഇടാം. ഇപ്പൊ 3 മുട്ട ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ 3 മുട്ടയ്ക്ക് ഞാൻ 2 സവാളയും ഒരു പാതി സവാളയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകൊക്കെ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, ഞാൻ എടുക്കുന്നില്ല. കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചമുളക് കടിക്കുമ്പോൾ പിന്നെ അവർ ഒട്ടും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. സവാള കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് സവാള അരിഞ്ഞത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളകൊന്നും ഇടാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഫ്രഷ് കുരുമുളക് പൊടിയാണ്. നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒന്നെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് പതപ്പിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഞാൻ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞ കളർ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടതൊന്നും അല്ല കേട്ടാ. ഇവിടുത്തെ നാടൻ മുട്ടയാണിത്. വീട്ടിൽ തന്നെ കോഴിയിടുന്ന നാടൻ മുട്ടയാണ്. അപ്പോ നാടൻ മുട്ടയ്ക്ക് ഇങ്ങനെ നല്ല മഞ്ഞ കളറാണ്. ഇതിപ്പോ നാടൻ മുട്ട നമ്മൾ ചിക്കുകയോ അല്ലെങ്കിൽ വറുക്കുകയോ ചെയ്യുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരും. പിന്നെ അത് മാത്രമല്ല നല്ല ടേസ്റ്റും ആണ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാ മുട്ട പോലെ അല്ല. നല്ലോണം ഞാൻ പതപ്പിച്ചതിന് ശേഷം കുറച്ചു നേരം ഇങ്ങനെ അടച്ചു വെക്കും. ചോറ് കഴിക്കാറാവുമ്പോഴാണ് ഞാൻ ചിക്കുള്ളൂ മുട്ട. അപ്പൊ ചൂടോടെ തന്നെ കഴിക്കാലോ. ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞായിരുന്നു. ഞാൻ മുട്ട ചിക്കാൻ പോവാണ്. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി വെക്കുക. അതിനുശേഷം ചട്ടി ചൂടാവുമ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീടിന് തൊട്ട് പൊക്കത്ത് തന്നെ പൊടിപ്പിക്കണ മില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ മേടിക്കുന്നത്. അപ്പൊ ഫ്രഷ് വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. വില ഇച്ചിരി കൂടുതലാണെങ്കിലും മായം ചേർക്കാത്ത വെളിച്ചെണ്ണ അല്ലേ. അപ്പോ ഞാൻ മേടിക്കാറുണ്ട് അവിടെ നിന്ന് വെളിച്ചെണ്ണ. അപ്പൊ ഞാൻ എല്ലാ കറികൾക്കും, ഇപ്പൊ നാടൻ കറികൾക്കാണെങ്കിലും അല്ലെങ്കിലും എല്ലാ കറികൾക്കും ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ചിക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചിക്കി എടുക്കാനായിട്ട്. പിന്നെ വെളിച്ചെണ്ണയൊക്കെ പോരായെങ്കിൽ അവസാനം ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പൊ മുട്ട ചിക്കിത് റെഡി ആയിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇച്ചിരി കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് കൂടുതൽ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ ഇട്ട് കൊടുക്കാം? പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ മുട്ട ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. ചിലരെങ്കിലും ഓർക്കും, ഓ ഇത് എന്ത് ഇത്ര പറയാനുള്ളത്, ഇതിപ്പോ മുട്ട ചിക്കൻ ആർക്കാ അറിയാത്തത് എന്നൊക്കെയുള്ള കമന്റ്സ് ഒക്കെ ചിലപ്പോ വരാം. പക്ഷെ ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് തന്നെ. കാരണം ഞാൻ വലിയ കുക്കൊന്നും അല്ല എന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ സാധാ ഉണ്ടാക്കുന്ന സാധാ നാടൻ ഭക്ഷണങ്ങളൊക്കെയാണ് എനിക്ക് അറിയാവുന്നത്. അല്ലാണ്ട് വലിയ കുക്കൊന്നും അല്ല ഞാൻ. ഉണ്ടാക്കുന്ന കറികള് അതും എളുപ്പപ്പണിയുള്ളതൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ. ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. അപ്പോ അറിയാവുന്നവര് ക്ഷമിക്കുക, അറിയാത്തവര് കണ്ടു പഠിക്കട്ടെ. ഇനിയിപ്പോ എന്താ. അപ്പോ മുട്ട ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. നല്ല മഞ്ഞ കളറായിട്ടാണ് ഇരിക്കണത് മുട്ട ചിക്കിയത്. പക്ഷെ നിങ്ങൾക്ക് ഫോണിൽ കൂടി എങ്ങനെ കാണാൻ പറ്റണെന്ന് എനിക്കറിയില്ല, എന്ത് കളറായിരിക്കും അറിയില്ല. നല്ല അടിപൊളി മഞ്ഞ കളറാണ്, ഡാർക്ക് മഞ്ഞ കളറാണ് മുട്ട ചിക്കിയത്. അപ്പോൾ ചോറ് കഴിക്കാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു. മുട്ട ചിക്കാനൊക്കെ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിങ്ങനെയാണ് മുട്ട സ്ഥിരം ചിക്കുന്നത്. അപ്പോ ചോറ് കഴിക്കാൻ പോവാണ്. ചോറിന് ഞാൻ ഉണ്ടാക്കിയ നാരങ്ങയുടെ അച്ചാറ്. ഞാൻ പറഞ്ഞില്ലേ ഉപ്പിലിട്ട നാരങ്ങയുടെ അച്ചാർ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല പുളിയും ഉപ്പ് രസമൊക്കെ ആയിട്ട് ആ അച്ചാർ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ രാവിലത്തെ കുറച്ച് അവിയൽ ഉണ്ടായിരുന്നു, ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു. മുട്ട ചിക്കിയത് ഇപ്പത്തെ. അപ്പോ എല്ലാം കൂട്ടി ഒരു പിടിപിടിക്കാൻ പോവാണ്. ഞാനും കുട്ടികളും ഈ ഒരു ഒറ്റ പ്ലേറ്റിലാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ പറക്കി പറക്കിയൊക്കെ തിന്നും.
ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് അമ്മയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കാന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഈ ഒരു പ്ലേറ്റിൽ നിന്നാണ് ചോറ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചോറ് എടുത്തിരിക്കുന്നത്. അവരധികം ചോറൊന്നും കഴിക്കില്ല, കറികളാണെങ്കിലും പെറുക്കി തിന്നോളൂ അവര്. അപ്പോ ഞങ്ങൾ 3 കൂടി അപ്പോ ഇതൊക്കെ ഫിനിഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോ കഴിച്ചിട്ടില്ലാത്തവര് ഭക്ഷണം കഴിക്കുക. അപ്പോ അത്രേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ.